എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹീലിംഗ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടായ ഒരു വളരെ അത്ഭുതകരമായ രസകരമായ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഈ സെഷൻ ചെയ്യാമെന്ന ആൾ യു കെയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ വിഷനിലൊരു ദേവിയുടെ രൂപം വരുന്നു. ദേവിയുടെ ഒരു കൃഷ്ണൻ്റെ രൂപം വരുന്നു. അപ്പോൾ ഈ ദേവി ഒരു മൃദംഗം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു രൂപമേ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടല്ലോ, കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ എന്ന് പറയും. ആ പുള്ളി പറഞ്ഞ് ശരിയാണ്, ഞാൻ ദേവിനെ ഉപാസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് സെഷൻ കഴിയാറായപ്പോൾ പുള്ളി ഒരു മൃദംഗം വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. മൃദംഗമൊക്കെ സ്റ്റേജിൽ പോയിരുന്ന പ്രോഗ്രാമുകളിലൊക്കെ വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഞാൻ ആദ്യം കണ്ടത് മൃദംഗം വായിക്കുന്ന ദേവിനല്ലേ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോൺ നിർത്തി. സെഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു സെഷൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്നിട്ട് ആ ദേവി ആരാണെന്ന് ഞാനിങ്ങനെ വെറുതെ നോക്കി. അപ്പോഴാണ് കാര്യം കത്തി വന്നത്. പെട്ടെന്ന് എനിക്കൊരു മെസ്സേജാണ്, അദ്ദേഹത്തിനോട് എന്നെ വന്ന് കാണാൻ പറയൂ എന്ന് പറഞ്ഞിട്ടൊരു ദേവി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാണ് ദേവി, എവിടെ നിന്നാണ് ദേവി വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ്, മൃദംഗ ശൈലേശ്വരിയാണ് ഞാൻ എന്ന് പറയുന്നു. എനിക്ക് ഭയങ്കര രോമാഞ്ചം വന്നു. ആക്ച്വലി അതുവരെ എനിക്കത് ആ സാധനം കത്തിയിട്ടുണ്ടായിരുന്നില്ല. മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞൊരു ദേവത ഇവിടെ ഉണ്ടെന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് അന്നേരം മെമ്മറിൽ വന്നില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടുണ്ട്. ശരിക്കും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു മൃദംഗത്തിൻ്റെ എന്തോ കഥയൊക്കെ ഞാൻ അങ്ങനെ അവിടെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ കൃത്യമായിട്ട്. മൃദംഗം ഇങ്ങനെ മുകളിൽ താഴേക്ക് വീഴുന്ന അതിൻ്റെയൊക്കെ പറഞ്ഞിട്ട് കഥയുണ്ട്. അവിടെ എന്തോ ഒരു മൃദംഗം പോലെ സാധനമൊക്കെ അവിടെ അമ്പലത്തിൽ സൈഡിലെന്തോ നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഇത് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പുള്ളിക്ക് മെസ്സേജ് ഇട്ട് ഇങ്ങനെ സംഭവം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അയ്യോ സാറേ, ഞാൻ കുറേ നാളായിട്ട് അവിടെ പോകണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങളത് ചുമ്മാതാണെന്ന് വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തിനുള്ള കറക്റ്റ് സാധനം യൂണിവേഴ്സ് കൊടുത്തില്ലേ. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് പുള്ളിക്ക് എന്തോ ബന്ധമുണ്ട്. ഒന്നുകിൽ മുൻജന്മ ബന്ധമായിരിക്കാം. അത് മാത്രമല്ല, ഇദ്ദേഹം മൃദംഗ വിദ്വാനാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മളുടെ ഇതിനപ്പുറത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ട് തോന്നി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ് ഞാൻ എന്തായാലും പോകും, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വിചിത്രമായ അനുഭവം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.